Good afternoon, dear students. In the class, we are going to look at the third chapter in Unit 1 of Ecoscapes. Now, we are going to look at food resources and the food chain. അപ്പം ഇവിടെ ഡിസ്ക്രിപ്ഷൻ വളരെ കുറച്ചേ ഉള്ളൂ. ഇത്തിരി കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ബേസിക്കലി വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് വാട്ട് ട്രോഫിക് കാസ്കേഡ് ഈസ്. ഫുഡ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഒരു കോൺസെപ്റ്റ് ആണ് ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. നൗ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The term Trophic Cascade was coined by Robert Payne, the American zoologist, in 1980 to describe reciprocal changes in food webs caused by experimental manipulation of top predators. Now, എന്താണ് ട്രോഫിക് കാസ്കേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേം കൊണ്ടുവരുന്നത് അമേരിക്കൻ സുവോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് പെയിൻ ആണ്. 1980 ടു ഡിസ്ക്രൈബ് റെസിപ്രോക്കൽ ചേഞ്ചസ് ഇൻ ഫുഡ് വെബ്സ്. ഫുഡ് വെബ്സിൽ ഉണ്ടാകുന്ന നാടകീയമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ടേം ഉപയോഗിച്ചത്. ആ മാറ്റങ്ങൾ എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എക്സ്പെരിമെൻ്റൽ മാനിപ്പുലേഷൻസ് ഓഫ് ടോപ്പ് പ്രിഡേറ്റേഴ്സ്. അതായത് ഒരു ഫുഡ് ചെയിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്രിഡേറ്റേഴ്സ്, നമ്മൾക്കറിയാം ഇരപിടിയന്മാരായിട്ടുള്ള ജീവികളെയാണ് നമ്മൾ പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ക്രമക്കേടുകൾ, മാനിപ്പുലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, പലപ്പോഴും ഇത് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും. അപ്പം പലപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. മനുഷ്യരായിരിക്കും ഈ വിധത്തിലുള്ള മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. സോ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഫുഡ് വെബ്സിൽ ഉണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലുള്ള ഇടപെടലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ കാര്യത്തിൽ ക്രമക്കേടുകൾ കൊണ്ടുവരും? ടോപ്പ് പ്രിഡേറ്റേഴ്സിന്റെ കാര്യത്തിൽ ക്രമക്കേടുകൾ കൊണ്ടുവരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ഫുഡ് വെബ് നോക്കുക, അവിടെ ടോപ്പ് പ്രിഡേറ്റർ എന്ന് പറയുന്നത് ഡീർ ആണെന്ന് വിചാരിക്കുക, മാനുകളാണെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് മാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഉള്ള ആ ഫുഡ് വെബിലുള്ള മറ്റ് ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ആരേക്കാളും ഇൻഫീരിയർ ആയിരിക്കും? ഡീർ അഥവാ നമ്മൾ മാൻ എന്ന് പറയുന്ന ജീവിയേക്കാളും ഇൻഫീരിയർ ആയിരിക്കും. എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കാണും? അവിടെ ഗ്രാസ് കാണും, ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ കാണും, അങ്ങനെ ഒരു ചെറിയ ഫുഡ് വെബ്. ഓക്കെ, അപ്പം സപ്പോസ് അങ്ങനെയുള്ള ആ ഒരു ഫുഡ് വെബിലേക്ക് നമ്മൾ ടൈഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ നാച്ചുറലി അവിടെ എന്ത് സംഭവിക്കും? ചില മാറ്റങ്ങൾ സംഭവിക്കും. ഏറ്റവും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മാറ്റം, എന്തിൻ്റെ എണ്ണം കുറയും? മാനുകളുടെ എണ്ണം കുറയും. സോ മാനുകളുടെ എണ്ണം കുറയുമ്പോഴത്തേക്കും മാനുകൾ എന്തിനെയാണോ ഭക്ഷണമാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ എണ്ണം വർദ്ധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മാനുകൾ ധാരാളം സസ്യങ്ങളാണ് കഴിക്കുന്നത്. സോ മാനുകളുടെ എണ്ണം കുറയുമ്പോഴത്തേക്കും സസ്യങ്ങൾ കഴിക്കാനായിട്ട് ആരില്ലാതാകും? കൺസ്യൂമേഴ്സ് ഇല്ലാതായി മാറും. സോ ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. സോ പലപ്പോഴും ട്രോഫിക് കാസ്കേഡ് സംഭവിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹ്യൂമൻ ഇന്റർഫിയറൻസ്. പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസങ്ങളിൽ മനുഷ്യന്റെ കൈകടത്തലുകളാണ് പലപ്പോഴും എന്തിന് കാരണമാകുന്നത്? ട്രോഫിക് കാസ്കേഡിന് കാരണമാകുന്നത്. സോ ബേസിക്കലി വാട്ട് യു ഹാവ് ടു നോ ഹിയർ ഈസ് ദാറ്റ് the term was coined by Robert Payne, the American zoologist, in 1980 to describe reciprocal changes. Reciprocal means അന്യോന്യം സ്വാധീനിക്കുന്നത്. ഇപ്പം മാനുകളുടെ എണ്ണം കുറയുന്നു എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഫലം ആരനുഭവിക്കും? സസ്യങ്ങളും ഇതര ജീവജാലങ്ങളും അനുഭവിക്കും. സോ ഇപ്പം സസ്യങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറെ ഏതെങ്കിലും ജീവജാലത്തിന്റെ ലൈഫിനെയോ എന്തിനെങ്കിലും അതെന്ത് ചെയ്യും? സ്വാധീനിക്കും. സോ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് റെസിപ്രോക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ട്രോഫിക് കാസ്കേഡ് വാസ് എ ടേം കോയിൻഡ് ബൈ റോബർട്ട് പെയിൻ 1980 to describe reciprocal changes or changes in food web caused by experimental manipulation of top predators. An alteration in the system can lead to numerous changes in the food chain. ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാകും? പല മാറ്റങ്ങൾക്ക് കാരണമാകും. An alteration or change in the system can lead to numerous other changes in the food chain. In a food chain, any variation in the number of carnivores can cause corresponding change in the number of herbivores. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഒരു ഫുഡ് ചെയിനിൽ നമ്മൾ കാർണിവോസിന്റെ എണ്ണത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എന്തിന്റെ എണ്ണത്തെ സ്വാധീനിക്കും? ഹെർബിവോസിന്റെ എണ്ണത്തെ സ്വാധീനിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കിത് തിരിച്ച് ചിന്തിക്കാം. അതായത് ടൈഗർ ഉൾപ്പെടെയുള്ള ഒരു ഫുഡ് വെബിൽ നിന്ന് നമ്മൾ ടൈഗേഴ്സിനെ മൊത്തത്തിൽ അങ്ങ് മാറ്റുകയാണെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും?
ടൈഗർ എന്തിനെയാണോ ഭക്ഷണമാക്കിക്കൊണ്ടിരുന്നത് അവയുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ മാനുകളോ മുയലുകളോ അതുപോലെയൊക്കെയുള്ള ജീവജാലങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. സോ ഇൻ എ ഫുഡ് ചെയിൻ എനി വേരിയേഷൻ ഇൻ ദ നമ്പർ ഓഫ് കാർണിവോർസ് ക്യാൻ കോസ് corresponding change in the number of herbivores, which will automatically lead to an increase or decrease in the primary producers such as plants and phytoplanktons. Phytoplanktons എന്ന് പറയുമ്പോൾ ഈ മൈക്രോസ്കോപ്പിക് മറൈൻ ആൽഗെ പോലെയൊക്കെയുള്ള പായൽ വിഭാഗത്തിൽപ്പെടുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം കാർണിവോഴ്സിന്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഹെർബിവോഴ്സിന്റെ എണ്ണം കുറയും, ഹെർബിവോഴ്സിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ എണ്ണം കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനുകളുടെ എണ്ണം കുറയുമ്പോഴത്തേക്കും മാനുകൾ ഭക്ഷണമാക്കിക്കൊണ്ടിരുന്ന സസ്യങ്ങളുടെ എണ്ണം കൂടും. സോ ഈ രീതിയിൽ നമ്മൾ ഹ്യൂമൻ ഇന്റർഫിയറൻസ് കൊണ്ട് എന്തെങ്കിലും ഫുഡ് വെബിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് സംഭവിക്കുന്ന തുടർ മാറ്റങ്ങളെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത് ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നീട് ഇവിടെ നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത് ഈ ട്രോഫിക് കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടൊരു പോയമാണ്. അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദ ഫോളോയിങ് പോയം ബൈ Camille T. Dungy is a timely warning against environmental degradation, but as a poet, she retains hope for humanity. എന്താ പറയുന്നത് നോക്കേ. The following poem by Camille T. Dungy. Camille T. Dungy എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബ്ലാക്ക് പോയറ്റ് ആണ്, കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. Now ഇവിടെ അവർ അവതരിപ്പിക്കുന്ന ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്ന പോയം ഇറ്റ്സ് എ ടൈംലി വാർണിംഗ് അഗൻസ്റ്റ് എൻവയൺമെന്റൽ ഡിഗ്രഡേഷൻ. നമ്മൾ മനുഷ്യർ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന നശീകരണ പ്രക്രിയകൾക്കെതിരെയായിട്ട് കൃത്യസമയത്ത് വരുന്ന ഒരു താക്കീതായിട്ട് വേണം നമ്മൾ ഈ കവിതയെ കാണാനായിട്ട്. ബട്ട് ആസ് എ പോയിറ്റ് ഷീ റിറ്റെയിൻസ് ഹോപ്പ് ഫോർ ഹ്യൂമാനിറ്റി. പക്ഷെ ഒരു കവയിത്രി എന്ന നിലയിൽ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ പ്രത്യാശയോടുകൂടിയാണ് കവിത അവസാനിക്കുന്നത്. അത് പ്രത്യാശയാണോ അതോ അല്പം പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണോ എന്നുള്ളത് കവിതയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് കാണാം. ഓക്കെ, സോ എനിവേ വി ആർ നൗ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ പോയം Trophic Cascade. One minute, just 1 minute. Okay, we can continue. Now the poem Trophic Cascade by Camille T. Dungy. നോക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ഞാനൊന്ന് സൂം ഇൻ ചെയ്യാം, so you can read it better. After the reintroduction of grey wolves to Yellowstone, and as anticipated their culling of deer, trees grew beyond the deer stand of the mid-century. So here the poet is talking about Trophic Cascade that happened in Yellowstone National Park in USA. Trophic Cascade എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. Trophic Cascade means the kind of changes or reciprocal changes that happens as a result of any manipulative action committed in a food web. ഒരു ഫുഡ് വെബിൽ നമ്മൾ ചെയ്യുന്ന ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, എസ്പെഷ്യലി മാനിപ്പുലേഷൻ ഡൺ വിത്ത് റിഗാർഡ് ടു ടോപ്പ് പ്രിഡേറ്റേഴ്സ്. ടോപ്പ് പ്രിഡേറ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന മാനിപ്പുലേഷന്റെ ഫലമായിട്ട് ഒരു ഫുഡ് വെബിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ പോയിറ്റ് ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് Trophic Cascade that happened at Yellowstone National Park. Now Yellowstone Trophic Cascade ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they reintroduced grey wolves. അവിടേക്ക് ആരെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു? ഗ്രേ വൂൾഫ്സിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്രേ വൂൾഫ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗ്രേ വൂൾഫ്. നിങ്ങൾ പലപ്പോഴും ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. സോ ദേ വെർ നോട്ട് ദെയർ ഇൻ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഫോർ എ ലോങ് ടൈം, ബട്ട് വൺ ഡേ ദേ റീഇൻട്രൊഡ്യൂസ്ഡ് ഗ്രേ വൂൾഫ്സ് ടു യെല്ലോസ്റ്റോൺ ആൻഡ് ആസ് ആൻറ്റിസിപ്പേറ്റഡ്. ഇക്കോളജിസ്റ്റുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതെന്തിന് കാരണമായി? ദേ സ്റ്റാർട്ടഡ് ദ കള്ളിംഗ് ഓഫ് ഡിയർ. കള്ളിംഗ് മീൻസ് ഹണ്ടിങ്. ഗ്രേ വൂൾഫ്സ് എന്തിനെ വേട്ടയാടാനായിട്ട് തുടങ്ങി? മാനുകളെ വേട്ടയാടാനായിട്ട് തുടങ്ങി. ആസ് എ റിസൾട്ട് ട്രീസ് ഗ്രൂ ബിയോണ്ട് ദ ഡീർ സ്റ്റാൻഡ് ഓഫ് ദ മിഡ് സെഞ്ചുറി. മധ്യകാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഇന്നേ വരെ മരങ്ങൾ വളർന്നിട്ടുള്ളതിനപ്പുറത്തേക്ക് മരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മരങ്ങളും ചെടികളും വളരാനായിട്ട് തുടങ്ങി. ട്രീസ് ഗ്രൂ ബിയോണ്ട് ദ ഡീർ സ്റ്റണ്ട്. എന്താണ് ഡീർ സ്റ്റണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകൾ നിത്യേന
ഈ മരങ്ങളെ ഭക്ഷണമാക്കുന്നത് കൊണ്ട് തന്നെ മാനുകളുടെ ഉയരത്തിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യത്തില്ല, മരങ്ങൾ വളരത്തില്ല. സോ തളിരിലകൾ വരുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, അതങ്ങ് കഴിക്കും. സോ മാനുകളുടെ ആ ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങളെയാണ് നമ്മൾ ഡീർ സ്റ്റണ്ട് എന്ന് പറയുന്നത്. അതായത് മുരടിച്ച് ഒരു പർട്ടിക്കുലർ ഹൈറ്റിന് അപ്പുറത്തേക്ക് വളരാതെ നിൽക്കുന്ന മരങ്ങൾ മാനുകൾ ഇല്ലാതാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേ സ്റ്റാർട്ടഡ് ടു ഗ്രോ ബിയോണ്ട്, അതിനപ്പുറത്തേക്ക് വളരാനായിട്ട് തുടങ്ങി. സിൻസ് മിഡ് സെഞ്ചുറി, 20-ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതി കാലഘട്ടം വരെ എന്ത് ചെയ്തിട്ടില്ല, അതൊരു നിശ്ചിത ഉയരത്തിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ഒരുപക്ഷെ 50 വർഷത്തിൽ ആദ്യമായിട്ട് അവ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ആ മുൻപുണ്ടായിരുന്ന ഉയരത്തിന് അപ്പുറത്തേക്ക് അവ വളരാനായിട്ട് തുടങ്ങി. So this is something that happened at Yellowstone National Park after the reintroduction of grey wolves to Yellowstone, and as anticipated their culling of deer, they started hunting deer, and as a result trees grew beyond the deer stand of the mid-century. So എന്ത് സംഭവിച്ചിരിക്കുന്നു, ട്രോഫിക് കാസ്കേഡ് സംഭവിച്ചിരിക്കുന്നു, ഗ്രേ വൂൾഫ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. As a result the number of deers decreased, and as a result trees started to flourish. മരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫ്ലറിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഓൾറെഡി രണ്ട് ചേഞ്ചസ് ആയി. The number of deers decreased, ഓക്കെ, മാനുകളുടെ എണ്ണം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ആൻഡ് ട്രീസിന്റെ എണ്ണം എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. In their upreach songbirds nested, who scattered seed for underbrush, and in that cover warned snowshoe hare. So തുടർന്ന് മറ്റ് പല മാറ്റങ്ങളും സംഭവിക്കുകയാണ്. ഇൻ ദെയർ അപ്രീച്ച്, അപ്രീച്ച് മീൻസ് മരങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോഴത്തേക്കും മരങ്ങളുടെ ഉയർന്ന ശാഖകളിൽ സോങ് ബേർഡ്സ് നെസ്റ്റഡ്, ആര് കൂടുകൂട്ടാനായിട്ട് തുടങ്ങി, പാട്ട് പാടുന്ന പക്ഷികൾ. അതേവരെ അവിടെ ഇല്ലാത്തവരായിരുന്നു, അവർ വന്നു ചേരാനായിട്ട് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് നെസ്റ്റ്, who scattered seed for underbrush. So മരങ്ങളിൽ കൂടുകൂട്ടുന്ന പക്ഷികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ ഇരുന്ന് കാഷ്ടിക്കാനായിട്ട് തുടങ്ങി. ആ കാഷ്ടത്തിലൂടെ കൂടുതൽ കൂടുതൽ മരങ്ങൾക്കുള്ള വിത്ത് എവിടേക്ക് വീഴാൻ തുടങ്ങി, ആ മണ്ണിലേക്ക് വീഴാനായിട്ട് തുടങ്ങി. Who scattered seed for underbrush. underbrush എന്ന് പറയുന്നത് ഈ കുറ്റിച്ചെടികളെയും ചെറുമരങ്ങളെയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, underbrush എന്ന് പറയുന്നത്. സോ കുറ്റിച്ചെടികളുടെയും ചെറുമരങ്ങളുടെയും ഒക്കെ വിത്തുകൾ അവർ വിതയ്ക്കാനായിട്ട് തുടങ്ങി. And in that cover warned snowshoe hare. Now ആ തണലില് പുതുതായിട്ട് പൊട്ടിമുളച്ച മരങ്ങളുടെ മരത്തണലില് ആരുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് തുടങ്ങി, സ്നോഷൂ ഹെയർ എന്ന് പറയുന്നത് അമേരിക്കയിൽ കാണുന്ന ഒരു തരം മുയലുകളാണ്. ഞാൻ നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തരാം. ഇവിടെയുണ്ട്. ഇതാണ് സ്നോഷൂ ഹെയർ എന്ന് പറയുന്നത്. ഇവർക്ക് മഞ്ഞിൽ ജീവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവരെ സ്നോഷൂ ഹെയർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻകാലുകൾക്ക് വലിപ്പം കൂടുതലാണ്. പിൻകാലുകൾക്ക് വലിപ്പം കൂടുതലായതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്, സ്നോ ഷൂ ഹെയർ എന്ന് പറയുന്നത്. സോ അടുത്ത മാറ്റമാണ് വാരന്റ് മീൻസ് ഓവർ ക്രൗഡഡ്, എണ്ണത്തിൽ വർദ്ധിക്കുക, അമിതമായിട്ട് വർദ്ധിക്കുക. മുയലുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഇഷ്ടം പോലെ പതുങ്ങിയിരിക്കാനും ഭക്ഷിക്കാനും ഒക്കെയുള്ള തണൽ മരങ്ങളും ചെറുചെടികളും ഒക്കെ ധാരാളമായിട്ട് അവിടെ വളരാനായിട്ട് തുടങ്ങി. Weasel and water shrew returned, also vole, and so came hawk and falcon, bald eagle, kestrel, and with them hawk shadow, falcon shadow. So മാറ്റങ്ങൾ ഒന്നൊന്നായിട്ട് തുടരുകയാണ്. മുയലുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴത്തേക്കും അവിടേക്ക് ആര് വന്നു ചേരാൻ തുടങ്ങി, weasel and water shrew returned, also vole, and so came hawk and falcon, bald eagle, kestrel, and with them hawk shadow and falcon shadow. Now എന്താണ് വീസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വീസിൽ എന്ന് പറയുന്നത്. Now ഇത് നോർത്ത് അമേരിക്കയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ജീവിയാണ്. Now ഇവര് പ്രധാനമായിട്ടും ഇത് കാർണിവോറസ് ആണ്. മുയലുകളെയും അതുപോലെയുള്ള ചെറു ജീവികളെയും ഒക്കെ ഭക്ഷണമാക്കുന്നവരാണ് വീസിൽസ് എന്ന് പറയുന്നത്. സോ മുയലുകളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുയലുകളെ ഇരയാക്കുന്ന വീസിലുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടേക്ക് വന്നു ചേരാനായിട്ട് തുടങ്ങി. ഓക്കെ, നൗ വീസിലുകൾ വന്നപ്പോഴത്തേക്കും വീസിലുകളോടൊപ്പം അവിടേക്ക് ആരും തിരിച്ചു വരാനായിട്ട് തുടങ്ങി, വാട്ടർ ഷ്രൂ എന്ന് പറയുന്ന ജീവി. എന്താണ് വാട്ടർ ഷ്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുണ്ടനെലിയെ പോലെ ഒരു ജീവിയാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ ഷ്രൂ എന്ന് പറയുന്നത്. അവ പൊതുവെ വെള്ളമുള്ള പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. പ്രധാനമായിട്ടും
ഭക്ഷണമാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറു മത്സ്യങ്ങളെയും അതുപോലെ ചെറു പ്രാണികളെയും അതുപോലെ പഴങ്ങളുമൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് ഭക്ഷണമാക്കുന്നത്. എന്തുകൊണ്ട് വാട്ടർ ഷ്രീ ഇവിടേക്ക് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം. കൂടുതൽ കുറ്റിച്ചെടികളും ചെറു പഴങ്ങൾ പിടിക്കുന്ന മരങ്ങളുമൊക്കെ എവിടെ വളരാൻ തുടങ്ങി, നമ്മുടെ യെല്ലോ സ്റ്റോണിൽ വളരാൻ തുടങ്ങി. സോ അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ആര് വരാൻ തുടങ്ങി, വാട്ടർ ഷ്രീ വരാനായിട്ട് തുടങ്ങി. വാട്ടർ ഷ്രീവിന്റെ ഇമേജും ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാട്ടർ ഷ്രീ. എന്താണ് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന നമ്മുടെ എലികളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സോ വെള്ളത്തിൽ നിന്ന് ചെറു മീനുകളെയൊക്കെ പിടിക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട്. സോ മാറ്റങ്ങൾ ഇതാണ്. എലികളെ പിടിക്കാനായിട്ട് മുയലുകളെ ഭക്ഷണമാക്കുന്ന വീസൽസ് വന്നു ചേർന്നു. അതുപോലെ തന്നെ ചെറുപഴങ്ങൾ ഭക്ഷണമാക്കുന്ന വാട്ടർ ഷ്രീ വന്നു ചേർന്നു. ആൻഡ് സോ ഓൾസോ വോൾ എന്ന് പറയുന്നത് ഇതുപോലെ എലിയാണ്. ഞാൻ ഇമേജ് കാണിച്ചു തരാം. നമ്മളിപ്പം വാട്ടർ ഷ്രീവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന എലി തന്നെയാണ് എന്തെന്ന് പറയുന്നത്, വോൾ എന്ന് പറയുന്നത്. സോ അവരും ഈ എന്ത് ഭക്ഷിക്കാനായിട്ടാണ് വരുന്നത്, ഈ പഴങ്ങൾ ഭക്ഷിക്കാനായിട്ട് വന്നു ചേരാനായിട്ട് തുടങ്ങി. So weasel and water shrew returned, and also vole, and so came soon hawk and falcon. So water shrewum വോളും വീസലും ഒക്കെ വന്നപ്പോഴത്തേക്കും ഇവരെ റാഞ്ചി എടുത്തുകൊണ്ട് പോയി ഭക്ഷണമാക്കുന്ന പരുന്തിന്റെ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും തന്നെ അവിടേക്ക് വരാൻ തുടങ്ങി. And so came soon hawk and falcon, bald eagle and kestrel. Now ഇവർ ഓരോരുത്തരും ആരൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പൊതുവെ നമ്മൾ പരുന്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഹോക്ക്. ഇതാണ്ടോ ഹോക്ക്. ദെൻ ഹിയർ യു ഹാവ് ഫാൽക്കൺ, ഇരപിടിയൻ പക്ഷികളാണ് ഇതെല്ലാം. ദെൻ ബോൾഡ് ഈഗിൾ, ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടാകും. USA അമേരിക്കയുടെ നാഷണൽ ബേർഡ് ആണ് ബോൾഡ് ഈഗിൾ. ദെൻ കെസ്ട്രൽ, ഇതും ആ വിഭാഗത്തിൽപ്പെടുന്ന ഇരപിടിയനായിട്ടുള്ള ഒരു ജീവിയാണ്. ഓക്കെ, സോ വാട്ടർ ഷ്രീവും വോളും ഒക്കെ യെല്ലോ സ്റ്റോണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികൾ അവർക്ക് പിന്നാലെ എത്തിച്ചേരാൻ തുടങ്ങി. ആൻഡ് came soon hawk and falcon, bald eagle, kestrel, and with them hawk shadow, falcon shadow. hawk shadow, falcon shadow പക്ഷികളൊന്നുമല്ല. ഈ പക്ഷികൾ നമ്മളുടെ പ്രതലത്തിൽ ഉണ്ടാക്കുന്ന നിഴലാണ്. അതായത് പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആകാശത്ത് പരുന്ത് പറക്കുന്ന സമയത്ത് അവയുടെ നിഴല് ഭൂമിയിൽ പതിക്കാറുണ്ട്. ഞാനൊരു സാമ്പിൾ ഇമേജ് കാണിച്ചു തരാം. ഇതുപോലെ. ഓക്കെ, അത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ആകാശത്ത് പരുന്ത് കൂടുതലായിട്ട് എണ്ണത്തിൽ കൂടുതൽ പരുന്തുകൾ വട്ടം വെക്കുമ്പോൾ അവരുടെ നിഴലുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഭൂമിയിൽ പ്രതിഫലിക്കാറുണ്ട്. സോ ഇവിടെ ഈ പറഞ്ഞ വോളിനെയും വാട്ടർ ഷ്രീവിനെയും ഒക്കെ ലക്ഷ്യമാക്കി ആകാശത്ത് പരുന്തും ഫാൽക്കണും ഒക്കെ വട്ടം വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ നിഴലുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, വർദ്ധിക്കാനായിട്ട് തുടങ്ങി. ആൻഡ് വിത്ത് ദം ഹോക്ക് ഷാഡോ, ഫാൽക്കൺ ഷാഡോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. Okay, we can continue. Eagle shade and kestrel shade haunted newly buried runnels, where deer no longer rummaged, cautious as they were now of being surprised by wolves. So നമ്മൾ നേരത്തെ ഹോക്ക് ഷാഡോ, ഫാൽക്കൺ ഷാഡോ പറഞ്ഞതുപോലെ തന്നെ പരുന്തുകളുടെ നിഴലും അതുപോലെ തന്നെ കെസ്ട്രലിന്റെ നിഴലും എവിടെ പതിക്കാനായിട്ട് തുടങ്ങി, ആ ഭൂതലത്തിൽ പ്രതിഫലിക്കാനായിട്ട് തുടങ്ങി. എവിടെയാണ്? യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ ഈഗിൾ ഷെയ്ഡ് ആൻഡ് കെസ്ട്രൽ ഷെയ്ഡ് ഹോണ്ടഡ് ന്യൂലി ബെറീഡ് റണ്ണൽസ്. ന്യൂലി ബെറി എന്ന് പറയുന്ന ഒരു തരം പഴമാണ്. ആ പഴം ധാരാളമായിട്ട് വീണൊഴുകുന്ന റണ്ണൽസ് മീൻസ് ചെറു അരുവികളുടെ തീരപ്രദേശങ്ങളിലെല്ലാം ആരുടെ നിഴലുകൾ പതിക്കാൻ തുടങ്ങി, ഈ പരുന്തിന്റെ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളുടെ നിഴലുകൾ പ്രതിഫലിക്കാനായിട്ട് തുടങ്ങി. കാരണം അവിടെയാണ് കൂടുതലായിട്ടും ആര് സന്ദർശിച്ചിരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ഷ്രീ ആണെങ്കിലും വോൾ ആണെങ്കിലും കൂടുതലും അവർ ഈ തീരപ്രദേശത്താണ് കൂടുതലായി വന്നു ചേർന്നിരുന്നത്. സോ ഈഗിൾ ഷെയ്ഡ് ആൻഡ് കെസ്ട്രൽ ഷെയ്ഡ് ഹോണ്ടഡ് ന്യൂലി ബെറീഡ് റണ്ണൽസ് വെയർ ഡിയർ നോ ലോങ്ങർ റമേജ്. നേരത്തെ ഈ അരുവികളുള്ള സ്ഥലത്ത് വെള്ളം കുടിക്കാനായിട്ട് മാനുകൾ ധാരാളമായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ നോ ലോങ്ങർ റമേജ്. റമേജ് മീൻസ് പരുതി നടക്കുക. അവിടെ ഇപ്പോൾ ആര് പരുതി നടക്കാറില്ല, മാനുകൾ പരുതി നടക്കാറില്ല. ബിക്കോസ് ദേ ആർ കോഷ്യസ് ഓഫ് ബീങ് സർപ്രൈസ്ഡ് ബൈ വൂൾസ്. കാരണം അവരാരുടെ പ്രസൻസ് ഭയക്കുന്നു, വൂൾസിന്റെ പ്രസൻസ് ഭയക്കുന്നു. കോഷ്യസ് as they were now of being surprised by wolves. Surprise means അവരെ അമ്പരപ്പിക്കുക, ഞെട്ടിക്കുക. ഒരുപക്ഷെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ആര് ചാടി വീഴും അവരുടെ പുറത്തേക്ക്? വൂൾസ് ചാടി വീഴും. അതുകൊണ്ട് തന്നെ
ഭയം കൊണ്ട് മാനുകൾ ഇപ്പോൾ എവിടേക്ക് വരാറില്ല? ഈ ചെറു അരുവികളുടെ തീരത്തേക്ക് വരാറില്ല. മാറ്റങ്ങൾ തുടരുന്നു. Berries brought bear, while undergrowth and willows growing now right down to the river brought beavers who dam. So berries ധാരാളമായിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടേക്ക് ആര് കടന്നു വരാൻ തുടങ്ങി? ബേ എന്ന് പറയുന്ന കരടിയാണ് അവർ കൂടുതലായിട്ട് അവിടേക്ക് കടന്നു വരാൻ തുടങ്ങി. While undergrowth and willows growing now right down to the river brought beavers who dam. ഇപ്പോൾ അവിടേക്ക് മരങ്ങൾ എവിടേക്ക് തഴച്ചു വളരാൻ തുടങ്ങി? നദിയുടെ തീരത്തേക്ക് അവ തഴച്ചു വളരാൻ തുടങ്ങിയിരിക്കുന്നു. കുറ്റിച്ചെടികളും എന്താണ് ചെറുമരങ്ങളും അതുപോലെ തന്നെ വിലോസ് എന്ന് പറയുന്ന ഒരു തരം മരമാണ് ഈ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. സോ berries brought bear, while undergrowth and willows growing now right down to the river brought beavers. So നദിയുടെ തീരത്തേക്ക് മരങ്ങൾ നിബിഡമായിട്ട് വളരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടേക്ക് ആര് വന്നു ചേരാൻ തുടങ്ങി? ബീവേഴ്സ് എത്തിച്ചേരാനായിട്ട് തുടങ്ങി. നൗ ബീവേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഡാം ഉണ്ടാക്കുന്ന ജീവി ഇതാണ് ബീവർ. കണ്ടോ? സോ കണ്ടാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എലിയുടെയോ കീരിയുടെയോ ഒക്കെ വിഭാഗത്തിൽ പെടുന്നത് പോലെ തോന്നും. അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാലുണ്ട്, കാരണം അതവരെ നീന്താൻ സഹായിക്കും. നൗ ബീവറിന്റെ ഒരു പടം കൂടെയുണ്ട്. ഇതാണ് ആര്? ബീവർ. സോ ഇവിടെ ഈ ഇമേജ് നോക്കിയാൽ കാണാൻ പറ്റും അവരെന്ത് ചെയ്യാറുണ്ട്? നദിക്ക് കുറുകെ ഈ മരച്ചില്ലകളൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് അധിവസിക്കാൻ വേണ്ടിയിട്ട് അവർ ഡാമുകൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് there came beavers who dam. ഓക്കെ, സോ ഡാം സൃഷ്ടിക്കാൻ പറ്റുന്ന ജീവികളാണ് ആരെന്ന് പറയുന്നത്? ബീവേഴ്സ് എന്ന് പറയുന്നത്. Muskrats came to the dams and tadpoles. Now beavers വന്നതിന് തൊട്ടു പിന്നാലെ അവിടേക്ക് ആര് വരാൻ തുടങ്ങി? മസ്ക്രാറ്റുകളും അതുപോലെ തന്നെ ടാഡ്പോൾസ് വരാൻ തുടങ്ങി. മസ്ക്രാറ്റിന്റെ പടം ഇവിടെയുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ചുണ്ടനെലിയുടെ വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. സോ ജലത്തിന്റെ സാമീപ്യത്തിൽ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റും. സോ ബീവേഴ്സ് ഡാം കൂട്ടുന്ന സ്ഥലത്ത് അധിവസിക്കാനായിട്ട് അവിടേക്ക് ആരും വന്നു ചേരാൻ തുടങ്ങി? മസ്ക്രാറ്റ്സ് എത്തിച്ചേരാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ടാഡ്പോൾസ് അറിയാലോ, വാൽമാക്രിയാണ്. ഞാൻ ഇമേജ് കാണിക്കുന്നില്ല, നമുക്കറിയാം. സോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആരുടെ പ്രസൻസ് ഉണ്ടാകും? വാൽമാക്രികളുടെ പ്രസൻസ് ഉണ്ടാകും. സോ ഈ കാഴ്ചകളൊക്കെ തന്നെ യെല്ലോ സ്റ്റോണിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. ഇതെല്ലാം കാണാനിടയായത് ഒരു ചേഞ്ച് കൊണ്ടുവന്നതാണ്. ദ റീഇൻട്രൊഡക്ഷൻ ഓഫ് grey wolves. So there came muskrats, they came to the dams, and tadpoles came to the night song of the father of tadpoles. So രാത്രികാലങ്ങളിൽ അതേവരെ കേൾക്കാത്ത വാൽമാക്രികളുടെ അച്ഛന്മാരായിട്ടുള്ള കുന്നൻ തവളകളുടെ കരച്ചിലും എവിടെ പ്രതിഫലിക്കാൻ തുടങ്ങി? എവിടെ മുഴങ്ങാൻ തുടങ്ങി? യെല്ലോ സ്റ്റോണിലുടനീളം രാത്രികാലങ്ങളിൽ മുഴങ്ങി കേൾക്കാനായിട്ട് തുടങ്ങി. Came to the night song of the fathers of tadpoles. With water striders, the dark grey American dipper bobbed in fresh pools of the river, and fish stayed, and the bear who fished also culled deer fawns, and to their kill scraps came vultures and coyote, long gone in the region until now, and their scattered seed and more trees, brush and berries grew up along the river that had run straight and so flooded, but thus dammed compelled to meander is less prone to overrun. എന്താ പറയുന്നത് നോക്കേ? With water striders, the dark grey American dipper bobbed in fresh pools of the river. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബീവേഴ്സ് വന്ന് ഡാം കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒഴുകിക്കൊണ്ടിരുന്ന നദി എന്ത് ചെയ്യാതായി? ഒഴുകാതെയായി. അവിടെ ഇവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനായിട്ട് തുടങ്ങി. ആ വെള്ളക്കെട്ടുകളുടെ അടുത്തേക്കാണ് ആര് വന്നത്? ചുണ്ടനെലികളും അതുപോലെ തന്നെ ടാഡ്പോൾസ് വാൽമാക്രികളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവിടേക്ക് ആരും എത്തിച്ചേരാൻ തുടങ്ങി? വിത്ത് വാട്ടർ സ്ട്രൈഡേഴ്സ്. ആരാ വാട്ടർ സ്ട്രൈഡേഴ്സ്? നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇമേജ് കാണിച്ചു തരാം. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജീവി എപ്പോഴും കൂട്ടമായിട്ടായിരിക്കും, ഒരുപാടെണ്ണം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളത്തിൽ വെള്ളത്തിൽ ആശാൻ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. സോ ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വാട്ടർ സ്ട്രൈഡർ എന്നാണ് പറയുന്നത്. സോ ക്രമാതീതമായിട്ട് ആരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി? വാട്ടർ സ്ട്രൈഡേഴ്സിന്റെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. കാരണം
ബീവേഴ്സ് എന്ത് ചെയ്തു? നദി കെട്ടിയടച്ച് വെള്ളം നിശ്ചലമാക്കി ആ ജീർണിക്കുന്ന വെള്ളത്തിൽ വാട്ടർ സ്ട്രൈഡേഴ്സ് വരാൻ തുടങ്ങി. വാട്ടർ സ്ട്രൈഡേഴ്സ് വന്നതിന് പിന്നാലെ ദ ഡാർക്ക് ഗ്രേ അമേരിക്കൻ ഡിപ്പർ ബോബ്ഡ് ഇൻ ഫ്രഷ് പൂൾസ് ഓഫ് ദ റിവർ. അവിടേക്ക് ഇരപിടിയന്മാരായിട്ടുള്ള, പ്രത്യേകിച്ച് മീനുകളെ പിടിച്ച് ഭക്ഷിക്കുന്ന ദ ഗ്രേറ്റ് അമേരിക്കൻ ഡിപ്പർ എന്ന് പറയുന്നത് ഈ പക്ഷിയാണ്. വെള്ളത്തിൽ ആഴത്തിൽ ഇറങ്ങിപ്പോയി മീനിനെ പിടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. സോ പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടുകളിൽ ഇങ്ങനെ ഇത്തിരി ജീർണിച്ചൊക്കെ കിടക്കുന്ന വെള്ളത്തിൽ പ്രാണികളെ പിടിക്കാനും ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതൊക്കെ പക്ഷിയാണ് ആരെന്ന് പറയുന്നത്? അമേരിക്കൻ ഡിപ്പർ എന്ന് പറയുന്നത്. സോ അവിടേക്ക് ആരെത്തിച്ചേരാൻ തുടങ്ങി? അമേരിക്കൻ ഡിപ്പർ എത്തിച്ചേരാൻ തുടങ്ങി. ദേ ബോബ്ഡ് ഇൻ ഫ്രഷ് പൂൾസ് ഓഫ് ദ റിവർ. വെള്ളത്തിൽ അവിടെ ഇവിടെയായിട്ട് സൃഷ്ടിക്കപ്പെട്ട പുതുതായിട്ടുള്ള വെള്ളക്കെട്ടുകളിലേക്ക്, ബോബ്ഡ് മീൻസ് മുങ്ങുക. സോ ദേ ബോബ്ഡ് ഇൻ ഫ്രഷ് പൂൾസ് ഓഫ് ദ റിവർ ആൻഡ് ഫിഷ് സ്റ്റേഡ് ആൻഡ് ദ ബെയർ ഹു ഫിഷ്ഡ് ഓൾസോ കൾഡ് ഡിയർ ഫോൺസ്. നൗ അവിടേക്ക് അമേരിക്കൻ ഡിപ്പേഴ്സ് എത്തിച്ചേരാൻ തുടങ്ങി. ആൻഡ് ഫിഷ് സ്റ്റേഡ്, നേരത്തെ ഒഴുക്ക് വെള്ളത്തിനോടൊപ്പം പല സ്ഥലങ്ങളിലേക്ക് പൊക്കോണ്ടിരുന്ന മീനുകൾക്ക് ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റാതെയായി. ദേ സ്റ്റേഡ് ഇൻ സർട്ടൻ പ്ലേസസ്, ചിലയിടങ്ങളിൽ മാത്രമായിട്ട് അവർക്ക് അങ്ങനെ തങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നു. നൗ അവയെ പിടിക്കാനായിട്ട് അമേരിക്കൻ ഡിപ്പർ എത്തിയതുപോലെ തന്നെ ആരും എത്തിച്ചേർന്നു? കരടികളും എത്തിച്ചേർന്നു. കരടികൾ ഓൾറെഡി എത്തിച്ചേർന്നു. ബിക്കോസ് ബെറി ട്രീസ് ബിഗാൻ ടു ഇൻക്രീസ് ഇൻ നമ്പർ. പഴങ്ങൾ പിടിക്കുന്ന ചെടികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയപ്പം ഓൾറെഡി എത്തിയതാണ് ബെയർ. നൗ അവര് എന്തിനേയും ഭക്ഷിക്കാറുണ്ട്? മീനിനെയും ഭക്ഷിക്കാറുണ്ട്. ആൻഡ് ദ ബെയർ ഹു ഫിഷ് ഓൾസോ കൾഡ് ഡിയർ ഫോൺസ്. നൗ മത്സ്യങ്ങളെ ഇരയാക്കിയ കരടികൾ എന്തിനേയും, കൾ മീൻസ് ഹണ്ട്, എന്തിനേയും വേട്ടയാടാൻ തുടങ്ങി? ഡിയർ ഫോൺസ് മീൻസ് ചെറുമാനുകൾ. ചെറുമാനുകളെയും അവ വേട്ടയാടാനായിട്ട് തുടങ്ങി. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യാണ്. ഒറ്റ മിനിറ്റ്. Okay, so we can continue. So നമ്മൾ പറഞ്ഞ ഇവിടെയായിരുന്നു. ആൻഡ് ദ ബെയർ ഹു ഫിഷ്ഡ് ഓൾസോ കൾഡ് ഡിയർ ഫോൺ. സോ മീനുകളെ പിടിക്കാനായിട്ട് എത്തിച്ചേർന്ന കരടികൾ എന്തിനേയും ഭക്ഷണമാക്കാൻ തുടങ്ങി? ചെറുമാനുകളെയും ഭക്ഷണമാക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ടു ദെയർ സ്കിൽ സ്ക്രാപ്സ് കെയിം വൾച്ചേഴ്സ് ആൻഡ് കോയോട്ടി. Now our skill scraps means കഴിച്ചിട്ട് ബാക്കിയാക്കുന്ന അവശിഷ്ടങ്ങൾ. സോ ഈ മാനുകളെയൊക്കെ കരടികൾ പിടിച്ചു തിന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവശിഷ്ടങ്ങൾ കഴിക്കാനായിട്ട് ആരെത്തിച്ചേർന്നു? കഴുകന്മാരും അതുപോലെ തന്നെ കൊയോട്ടി. കൊയോട്ടി എന്ന് പറയുന്നത് ചെന്നായയുടെ വിഭാഗത്തിൽപ്പെടുന്ന നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം ജീവിയാണ്. ഞാൻ ഇമേജ് കാണിച്ചു തരാം. ഇതാണ് കൊയോട്ടി. സോ ഈ അവശിഷ്ടങ്ങൾ കഴിക്കാനായിട്ട് കഴുകന്മാരും അതുപോലെ തന്നെ കൊയോട്ടിയും എത്തിച്ചേരാനായിട്ട് തുടങ്ങി. ലോങ് ഗോൺ ഇൻ ദ റീജിയൻ അണ്ടിൽ നൗ. ഇവര് ഈ രണ്ട് പേരും ആ പ്രദേശത്ത് നിന്ന് പണ്ടേ പോയവരാണ്. അവരും എന്ത് ചെയ്യാൻ തുടങ്ങി? തിരിച്ചു വരാനായിട്ട് തുടങ്ങി. ലോങ് ഗോൺ ഇൻ ദ റീജിയൻ അണ്ടിൽ നൗ ആൻഡ് ദെയർ സ്കാറ്റേർഡ് സീഡ്. സോ ഈ ജീവികളുടെ സ്കാറ്റ് എന്ന് പറയുന്നത് അവരുടെ വിസർജ്യമാണ്. സോ ഈ ആഹാരം കഴിച്ചിട്ട് ഈ ജീവികൾ വിസർജിക്കുന്നതിലൂടെ വിത്തുകൾ വീണ്ടും എവിടേക്ക് വീഴാൻ തുടങ്ങി? മണ്ണിലേക്ക് വീഴാനായിട്ട് തുടങ്ങി. ആൻഡ് ദെയർ സ്കാറ്റ് മീൻസ് ഞാൻ പറഞ്ഞ പോലെ വിസർജം, സ്കാറ്റർ ചെയ്യുക മീൻസ് വിതറുക. ആൻഡ് ദെയർ സ്കാറ്റേർഡ് സീഡ് ആൻഡ് മോർ ട്രീസ് ബ്രഷ് ആൻഡ് ബെറീസ് ഗ്രൂ അപ്പ് അലോങ് ദ റിവർ. സോ നദിയുടെ തീരത്ത് കൂടുതൽ മരങ്ങളും കുറ്റിച്ചെടികളും അതുപോലെ തന്നെ പഴങ്ങൾ പിടിക്കുന്ന മരങ്ങളുമൊക്കെ വീണ്ടും വളരാനായിട്ട് തുടങ്ങി. And more trees, brush and berries grew up along the river that had run straight. നദിയുടെ കാര്യം പറയുകയാണെങ്കിൽ മുൻപ് നേരെ നേർവഴിക്ക് ഒഴുകിക്കൊണ്ടിരുന്ന നദിയാണ്. എന്നാൽ ബീവേഴ്സ് ഒക്കെ എത്തിച്ചേർന്നപ്പോഴത്തേക്കും അവരുടെ ഒഴുക്ക് നിലച്ചു പോയിരിക്കുന്നു. That had run straight and so flooded but thus dammed, compelled to meander, is less prone to overrun. നേരത്തെ നേർവഴിക്ക് ഒഴുകിക്കൊണ്ടിരുന്ന നദി മഴക്കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? കര കവിഞ്ഞൊഴുകുമായിരുന്നു. ബട്ട് ദസ് ഡാംഡ്, പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒഴുക്ക് നിലച്ചിരിക്കുന്നു. അവിടെ ഇവിടെയായിട്ട് ഒരുപാട് ചെറു ഡാമുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദേ ആർ കമ്പൽഡ് ടു മിയാൻഡർ. കമ്പൽഡ് മീൻസ് നിർബന്ധിതരാകുക. നദി എന്തിന് നിർബന്ധിതരായിരിക്കുന്നു? ടു മിയാൻഡർ മീൻസ് വഴി തിരിഞ്ഞ് പല വഴി ഒഴുകുക. സോ ചെറു അരുവികളായിട്ട് പല വഴി ഒഴുകാനായിട്ട് നദി നിർബന്ധിത ആയിരിക്കുന്നു. ഈസ് ലെസ് പ്രോൺ ടു ഓവർറൺ. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ പോലെ ഇറ്റ് ഈസ് ലെസ് പ്രോൺ മീൻസ് സാധ്യതയില്ല. എന്തിന് സാധ്യതയില്ല? ടു ഓവർറൺ, കരകവിഞ്ഞ് ഒഴുകാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതായിരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നൊക്കെ ബിക്കോസ് ഓഫ് വൺ ആക്ടിവിറ്റി ഫ്രം ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ദാറ്റ് ഈസ്
the reintroduction of grey wolves to Yellowstone. Don't you tell me this is not the same as my story. എൻ്റെ കഥയിൽ നിന്ന് ഈ കഥ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ എന്നോട് പറയരുത്. എൻ്റെ കഥ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ കഥയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ കഥ ഇപ്പോൾ യെല്ലോസ്റ്റോണിൽ നമ്മൾ പറഞ്ഞ ഈ കഥയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എന്നോട് പറയരുത്. അവിടെ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും മനുഷ്യ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ചുറ്റുപാടുമുണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ എന്തിന് കാരണമാകും? വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സോ അതുകൊണ്ട് എന്നോട് പറയരുത്, don't you tell me this is not the same as my story. All this life born from one hungry animal, this whole new landscape, the course of the river changed, I know this. All this life, നമ്മളുടെ എല്ലാവരുടെയും ജീവൻ ഉണ്ടായിരിക്കുന്നത് ആരിൽ നിന്നാണ്? Life born from one hungry animal. ഒരു വിശപ്പുള്ള ഒരു ജീവിയിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മളുടെ എല്ലാവരുടെയും ആൻസെസ്റ്റർ എന്ന് പറയുന്നത് കോമൺ ആൻസെസ്റ്റർ ആണ്. നമ്മളെല്ലാവരും ഒരേ സോഴ്സിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും കഥയും എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. All this life born from one hungry animal, this whole new landscape. നമ്മളെ ചുറ്റുപാടും കാണുന്ന ഈ പുതിയ ഭൂതലം, ഈ പ്രകൃതി ആദ്യം സൃഷ്ടിച്ചതാണ്, നമ്മൾ സൃഷ്ടിച്ചതാണ്. നേരത്തെ യെല്ലോസ്റ്റോണിലെ നദിയുടെ ഒഴുക്കിന്റെ ദിശ മാറിയതുപോലെ തന്നെ we have also changed the course of our rivers. നമ്മളുടെ നദികളുടെ ഒഴുക്കും എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ മാറ്റിയിരിക്കുന്നു. സോ ഇവിടെ റിവർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് സൃഷ്ടിയാകുന്ന നദിയുണ്ട്. മുഴുവൻ സൃഷ്ടിയും എന്താണ്? ഒരു പ്രവാഹം പോലെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ദിശയും എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ മാറ്റിയിരിക്കുന്നു. അതായത് പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാന നിയമങ്ങൾ പോലും നമ്മൾ മനുഷ്യർ പൊളിച്ച് എഴുതിയിരിക്കുന്നു. So this new landscape, the course of the river changed, I know this. എനിക്ക് ഇത് നല്ലതുപോലെ അറിയാം. കാരണം എന്താണ്? അത് നമ്മൾക്കും അറിയാവുന്നതാണ്. നമ്മൾ മനുഷ്യർ പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ വെല്ലുവിളിച്ചിരിക്കുന്നു. നമ്മൾ അതിന് വലിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. I reintroduced myself to myself, this time a mother. ഇനി പോയിറ്റിന്റെ കാര്യം പറയാണ്. തന്നോട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? പുനരവതരിപ്പിച്ചിരിക്കുകയാണ്. ഐ റീഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു മൈസെൽഫ്. ഞാൻ എന്നോട് എന്ത് ചെയ്തിരിക്കുന്നു? പുനരവതരിപ്പിച്ചിരിക്കുന്നു. അതായത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ പല മാറ്റങ്ങൾ വരാറുണ്ട്. ഇവിടെ പോയിട്ട് പറയുന്നു, ഐ റീഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു മൈസെൽഫ്, ദിസ് ടൈം എ മദർ. ഞാൻ എനിക്ക് മുൻപിൽ പുനരവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തായിട്ട്? ഒരമ്മയായിട്ട്. സോ ഞാൻ പറഞ്ഞു, കമീൽ ടി ഡൻചി എന്ന് പറയുന്നത് ഒരു സ്ത്രീ എഴുത്തുകാരിയാണ്. സോ ഷീ സേസ് ദാറ്റ് ഷീ റീഇൻട്രൊഡ്യൂസ്ഡ് herself to herself as a mother. So becoming a mother means എന്താണ്? ഗിവിംഗ് ബർത്ത് ടു ഓഫ് സ്പ്രിങ്സ്. നമ്മൾ എന്തിന് ജന്മം നൽകുകയാണ്? കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയാണ്. ആഫ്റ്റർ വിച്ച് നത്തിങ് വാസ് എവർ ദ സെയിം. അതിനുശേഷം ഒന്നും എന്തുപോലെ ആയിരുന്നില്ല? പഴയതുപോലെ ആയിരുന്നില്ല. സോ becoming a mother is something dramatic. So ഇവിടെ പോയിറ്റ് പറയാണ്, പോയിറ്റിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എന്തായിട്ട്? ഒരമ്മയായിട്ട്. ആഫ്റ്റർ വിച്ച് നത്തിങ് വാസ് എവർ ദ സെയിം. അതിനുശേഷം കാര്യങ്ങളൊന്നും പഴയതുപോലെ ആയിരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇത് ഒരു പോസിറ്റീവ് സെൻസിന് അപ്പുറത്തേക്ക് the poet is rather taking it in the negative, where the poet says that giving birth to a child is an act of increasing population. നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുകയാണ്. സോ ഇവിടെ പോയിട്ട് പറയുന്നു, ഐ റീഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു മൈസെൽഫ്, ദിസ് ടൈം എ മദർ. സോ മറ്റ് എല്ലാവരെയും പോലെ താനും എന്തിന് കാരണമാകുന്നു? പോപ്പുലേഷൻ വർധനവിന് കാരണമാകുന്നു. ആഫ്റ്റർ വിച്ച് നത്തിങ് വാസ് എവർ ദ സെയിം. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ് ഓവർ സെഞ്ചുറീസ്. ഇവിടെ പോയിട്ട് അമ്മയായി എന്ന് പറയുന്നത് പോയിട്ട് അല്ല ആദ്യമായിട്ട് അമ്മയായിട്ടുള്ളത്. അതിനു മുൻപ് എത്രയോ തലമുറകൾക്ക് അപ്പുറത്തേക്ക് അമ്മയാകുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഈ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ആദ്യകാലത്ത് തുടങ്ങിയ ഭൂമിയിൽ ആദ്യമായിട്ട് ജീവന്റെ തുടിപ്പുണ്ടായ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു തുടർ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ദ ആക്ട് ഓഫ് ബിക്കമിങ് എ മദർ. സോ അതിനുശേഷം ഈ ഭൂമി ഒരിക്കലും എന്തായിട്ടില്ല? പഴയതുപോലെ ആയിട്ടില്ല. സോ with the coming of every new creature, ഓരോ പുതിയ ജീവനും ഭൂമിയിലേക്ക് വരുന്നതോടുകൂടി അത് പ്രകൃതിക്ക്
കൂടുതൽ മാറ്റങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സോ നത്തിങ് വാസ് എവർ ദ സെയിം എന്ന് പറയുമ്പോഴത്തേക്കും അത് പോയിന്റിന്റെ ഒരാളുടെ അവസ്ഥയല്ല, ഈ ഭൂമിയുടെ അവസ്ഥയാണ്. സോ ഭൂമിയിലേക്ക് ഓരോ ജീവജാലങ്ങളും പിറന്നു വീഴുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ which means that there are more and more consumers and they need more and more resources. After all this consumption, nothing will ever remain the same. So ആ രീതിയിൽ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് പോയിട്ട് അവസാനിപ്പിക്കുന്നത്. സോ ഓരോ പുതിയ ബർത്തും it in fact contributes to trophic cascade that is ongoing. തുടർ പ്രക്രിയയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രോഫിക് കാസ്കേഡിലേക്ക് ഓരോ പുതിയ ജന്മവും, അത് മനുഷ്യൻ്റേത് തന്നെ ആകണം എന്നില്ല, പുതുതായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ ജീവജാലങ്ങളും it is contributing to trophic cascade which is actually a process that is going on. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് എവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത്, കവിതയിൽ മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അപ്പം ഇവിടെ പോയിറ്റിനെ പറ്റിയിട്ട് ഉള്ള ചെറിയൊരു നോട്ടുണ്ട്, അതോടെ പറയാം. ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യാണ്, നമുക്കതിലേക്ക് വരാം. Okay, so we can continue. So here we have a note about the poet. Questions ഒന്നും ഇതിൽ നിന്ന് വരത്തില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ വരുമ്പോൾ ഞാൻ പറയാം. So Camille T. Dungy is an American poet. Her works include What to Eat, What to Drink, What to Leave for Poison, published in 2006. Suck on the Marrow, which was published in 2010. Smith Blue, which was published in 2011. And Trophic Cascade, which was published in 2017. So American poet ആണ്. പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളുടെ പേരാണ് നമ്മൾ ഈ പറഞ്ഞത്. What to Eat, What to Drink, What to Leave for Poison 2006 ഇറങ്ങി. Suck on the Marrow, published in 2010. Smith Blue 2011. And Trophic Cascade, which was published in 2017. So ഈ കളക്ഷനിൽ നിന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഈ പോയം എടുത്തിരിക്കുന്നത്. Dungy edited Black Nature, 4 Centuries of African American Nature Poetry, which was published in 2009. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള പല കവിതാ സമാഹാരങ്ങളും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് 2009 ഇറങ്ങിയ Black Nature, 4 Centuries of African American Nature Poetry, and was the co-editor of From the Fish, an anthology of poems that sing, rhyme, resound, syncopate, alliterate, and just plain sound great. 2009 ഇറങ്ങിയ മറ്റൊരു കവിതാ സമാഹാരമാണ്, അതിൻ്റെ co-editor ആയിരുന്നു. ആൻഡ് അസിസ്റ്റന്റ് എഡിറ്റർ ഫോർ Gathering Ground, a reader celebrating Cave Canon's first decade, which was published in 2006. So സാഹിത്യത്തിന്റെ മേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു എഴുത്തുകാരിയാണ് Camille T. Dungy. Dungy's most recent work includes the essay collection Guidebook to Relative Strangers, Journeys into Race, Motherhood and History, which was published in 2017. So ഒരു കവയത്രിക്ക് അപ്പുറത്തേക്ക് ഒരു നല്ല എസ്സേയിസ്റ്റും കൂടെയാണ് 2017 ഒരു എസ്സേ കളക്ഷൻ എന്ത് ചെയ്യുകയുണ്ടായി, പബ്ലിഷ് ചെയ്യുക ഉണ്ടായി. ഷീ ഹാസ് won several awards and fellowships, ധാരാളം പുരസ്കാരങ്ങളും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. Dungy is currently a professor in the English department at Colorado State University. So alongside being a writer, she is also an academician. She is a professor of English at Colorado State University in USA. ഇനി ഇവിടെ ട്രോഫിക് കാസ്കേഡിനെ പറ്റിയിട്ട് വേറൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷനോ അല്ലെങ്കിൽ ഇതോ നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാം. So trophic cascade is an ecological occurrence caused by the addition or removal of predators and involving changes in the comparative population of predator and prey through a food chain, which often ends up in dramatic variations in the structure of the ecosystem. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ ആണ് എളുപ്പം, നിങ്ങൾ അത് പഠിച്ചാൽ മതി. സോ ഇവിടെ സെയിം കാര്യം തന്നെ മറ്റൊരു രീതി പറയുന്നു എന്നേ ഉള്ളൂ. ട്രോഫിക് കാസ്കേഡ് എന്ന് പറയുന്ന ഒരു ഇക്കോളജിക്കൽ ഒക്വറൻസ് ആണ്, മീൻസ് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. caused by the addition or removal of predators. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ കടുവയുടെ കാര്യം പറഞ്ഞതുപോലെ, നമുക്ക് പ്രിഡേറ്ററിനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കടുവകളെ റിമൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. സോ റിമൂവൽ ഏത് രീതിയിലും എന്ത് സംഭവിക്കാം, ട്രോഫിക് കാസ്കേഡ് സംഭവിക്കാം ബൈ ദ അഡീഷൻ ഓർ റിമൂവൽ. അഡീഷൻ ആണെങ്കിലും റിമൂവൽ ആണെങ്കിലും ആ പ്രവൃത്തി എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ തന്നെയാണ്. സോ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ട്രോഫിക് കാസ്കേഡ് ഈസ് ആൻ ഇക്കോളജിക്കൽ ഒക്കുറൻസ് കോസ്ഡ് ബൈ ദ മാനിപ്പുലേഷൻ ഓഫ് പ്രിഡേറ്റേഴ്സ് ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ reciprocal changes and involving changes in the comparative population of predator and prey. So ഈ ഒരു പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ
പ്രിഡേറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മീൻസ് ഇരപിടിയന്മാരുടെയും അതുപോലെ തന്നെ ഇരകളുടെയും കമ്പാരിറ്റീവ് പോപ്പുലേഷൻ താരതമ്യേനയുള്ള പോപ്പുലേഷൻ ഒന്നുകിൽ വർദ്ധിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും കുറയും. ആൻഡ് ഇൻവോൾവിംഗ് ചേഞ്ചസ് ഇൻ ദ കമ്പാരിറ്റീവ് പോപ്പുലേഷൻ ഓഫ് പ്രിഡേറ്റർ ആൻഡ് പ്രേ ത്രൂ എ ഫുഡ് ചെയിൻ. നമ്മൾക്കറിയാം ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ഒരു ഫുഡ് വെബിലാണ്, ഒരു ഫുഡ് ചെയിനിലാണ്. വിച്ച് ഓഫൻ എൻഡ്സ് അപ്പ് ഇൻ ഡ്രമാറ്റിക് വേരിയേഷൻസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഇക്കോസിസ്റ്റം. നമ്മൾ കെമിൽ ടി ഡഞ്ച് നമ്മൾക്ക് ആ പോയത്തിലൂടെ കാണിച്ചു തന്നതുപോലെ നാടകീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ഇത്. എവിടെയാണോ ഈ ട്രോഫിക് കാസ്കേഡ് നടക്കുന്ന ആ ഇക്കോസിസ്റ്റത്തിൽ നാടകീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാകും. Dungy uses the idea of Trophic Cascade at Yellowstone in 1995. 1995 യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ നടന്ന ഒരു സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡഞ്ചി നമുക്ക് ഏത് ഐഡിയ വ്യക്തമാക്കി തരുന്നത്? ട്രോഫിക് കാസ്കേഡ് എന്താണെന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് അവര് വ്യക്തമാക്കി തരുന്നത്. വിച്ച് റീഇൻട്രൊഡ്യൂസ് ഗ്രേ വൂൾഫ്സ് ആൻഡ് ദസ് റിസൾട്ടഡ് ഇൻ ദ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ഇക്കോസിസ്റ്റം. അവിടെ ട്രോഫിക് കാസ്കേഡിന് കാരണമായത് ദ റീഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രേ വൂൾഫ്സ് ആണ്. ആൻഡ് ഇറ്റ് റിസൾട്ടഡ് ഇൻ ഡ്രാസ്റ്റിക് മീൻസ് ഡ്രമാറ്റിക്, നാടകീയമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി. The poem is the titular one from the collection Trophic Cascade that came out in 2017. 2017 കെമിൽ ടി ഡഞ്ച് തന്റെ കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ കവിതയുടെ പേര് തന്നെയാണ് ആ പുസ്തകത്തിന് കൊടുത്തത്. അതുകൊണ്ടാണ് the poem is the titular one. Titular one means the poem that contributed the title to the book. So it's the titular one from the collection Trophic Cascade which was published in 2017. അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾക്ക് ഈ യൂണിറ്റിൽ. പിന്നെ അതാ ഇവിടെ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ചാപ്റ്റർ 1 കണ്ടതുപോലെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 കോൺസെപ്റ്റ് നമ്മൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്കും ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആകും. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന കാര്യമാണ്. വാട്ട് ഈസ് എ ഫുഡ് വെബ്? A food web or food cycle is a natural interconnection of food chains of what eats what in an ecological community. So ഒരു പാരിസ്ഥിതിക ചുറ്റുപാടിൽ എന്തിനെ ഭക്ഷണമാക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവജാലങ്ങളെ ഒരു ശൃംഖലയാക്കി മാറ്റുന്നതിനെയാണ് അല്ലെങ്കിൽ ശൃംഖലയാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ എ ഫുഡ് വെബ് ഓർ ഫുഡ് സൈക്കിൾ ഓർ ഫുഡ് ചെയിൻ ഈസ് എ നാച്ചുറൽ ഇന്റർ കണക്ഷൻ ഓഫ് ആനിമൽസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഫുഡ് ചെയിനുകളുടെ ഒരു ഇന്റർ കണക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ എ ഫുഡ് വെബ് ഓർ ഫുഡ് സൈക്കിൾ ഈസ് എ നാച്ചുറൽ ഇന്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ് ഓഫ് വാട്ട് ഈറ്റ്സ് വാട്ട്. എന്തിന് ഭക്ഷണമാക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ഫുഡ് ചെയിനുകളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ഒരു ശൃംഖലയാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ ഫുഡ് വെബിൻ്റെ ഇതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻസ് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ഏതെങ്കിലും ഒരു നല്ല ഡെഫിനേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചാലും മതിയാകും. സോ എ ഫുഡ് വെബ് ഓർ ഫുഡ് സൈക്കിൾ ഈസ് എ നാച്ചുറൽ ഇന്റർ കണക്ഷൻ ഓഫ് food chains of what eats what in an ecological community. Food web is also known as consumer resource system. Food webനെ നമ്മൾ മറ്റൊരു പേരിട്ട് പറയാറുണ്ട്, കൺസ്യൂമർ റിസോഴ്സ് സിസ്റ്റം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് വെബിൽ ഉൾപ്പെടുന്ന 2 ജീവജാലങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് റിസോഴ്സും ഒന്ന് കൺസ്യൂമറുമായിരിക്കും. ഇപ്പം മാനിനെയും ടൈഗറിനെയും നോക്കുന്നു. ഡീർ എന്ന് പറയുന്നത് അവിടെ റിസോഴ്സ് ആണ്, അതേസമയം ടൈഗർ എന്ന് പറയുന്നത് അവിടെ കൺസ്യൂമർ ആണ്. ഇപ്പം പ്ലാന്റിനെയും ഡീറിനെയും നോക്കുന്നു. അവിടെ പ്ലാന്റ് എന്ന് പറയുന്ന റിസോഴ്സ് ആണ്, ഡീർ എന്ന് പറയുന്ന കൺസ്യൂമർ ആണ്. സോ ഓരോ 2 എലമെന്റിനെയും നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? കൺസ്യൂമർ എന്നും റിസോഴ്സ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫുഡ് വെബിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കാറുണ്ട്? കൺസ്യൂമർ റിസോഴ്സ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ 2 categories, the autotrophs and heterotrophs. അതുപോലെ തന്നെ ഫുഡ് വെബിന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ട്, ഇപ്പം നമ്മൾ കൺസ്യൂമർ റിസോഴ്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫ്സ്. സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയും? ഓട്ടോട്രോഫ്സ് എന്ന് പറയും. ബേസിക്കലി പ്ലാന്റ്സും നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെ ഓട്ടോട്രോഫ്സ് ആണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റ് ജീവജാലങ്ങളെ ആശ്രയിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയും. സോ പ്ലാന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും എന്ത് തന്നെയാണ്? ഹെറ്ററോട്രോഫ്സ് തന്നെയാണ്. ഓക്കെ. സോ അപ്പം ഫുഡ് വെബ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇക്കോസിസ്റ്റംസ്, ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് ഇക്കോസിസ്റ്റംസ് എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം. കരയിലുള്ള ഇക്കോസിസ്റ്റംസിനെയാണ് ലാൻഡ് ബേസ്ഡ് ഇക്കോസിസ്റ്റംസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് ഇക്കോസിസ്റ്റംസ് ആണ് അക്വാറ്റിക് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്.
A terrestrial ecosystem is associated mainly with landforms. കരകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇക്കോസിസ്റ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. A terrestrial ecosystem is an ecosystem associated with land, whereas an ecosystem that is associated with water is known as aquatic ecosystem. ഇനി terrestrial ecosystem പ്രധാനമായിട്ടും 6 തരമുണ്ട്. There are 6 primary terrestrial ecosystem. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ 6 terrestrial ecosystems ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, one is tundra, second one is taiga, third one temperate deciduous forest, fourth one tropical rainforest, fifth one grassland, and the sixth one desert. So ഭൂമിയുടെ സ്വഭാവം അനുസരിച്ച്, പ്രകൃതിയുടെ ചുറ്റുപാടിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ടെറസ്ട്രിയൽ ലാൻഡ്സ്കേപ്പിനെ 6 തരമായിട്ട് തരംതിരിക്കാറുണ്ട്. ടുണ്ട്ര, ടൈഗ, ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ് ആൻഡ് ഡെസേർട്ട്. An aquatic ecosystem is associated with a body of water. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഇക്കോസിസ്റ്റംസിനെയാണ് നമ്മൾ അക്വാറ്റിക് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. There are 2 main types of aquatic ecosystem. Simple ആണ്. One is marine ecosystem and the other one freshwater ecosystem. So aquatic ecosystems 2 തരവും terrestrial ecosystem 6 തരവുമുണ്ട്. 2 തരത്തിലുള്ള aquatic ecosystem എന്ന് പറയുന്ന ഒന്ന് കടല്, അതായത് എന്താണ് ഉപ്പുരസമുള്ള ജലം ആണെങ്കിൽ നമ്മൾ അതിനെ മെറൈൻ ഇക്കോസിസ്റ്റം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. ഓക്കെ, സോ ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അക്വാറ്റിക് ഇക്കോസിസ്റ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രോഫിക് കാസ്കേഡ് എന്താണെന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ദെൻ വാട്ട് ഈസ് ഫുഡ് വെബ് ഡെഫിനിഷൻ പഠിക്കണം. Then അതിനുശേഷം what is ecosystem, what are the 2 types of ecosystem, then what is terrestrial ecosystem, what is aquatic ecosystem, what are the 6 types of terrestrial ecosystem, what are the 2 types of aquatic ecosystem. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ പോയം നല്ലതുപോലെ വായിച്ച് പഠിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കമൻറ്റിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, so thank you. We will see in the next class.